ഹായ് വീണ്ടും ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ തരാൻ പോവാണ്. അപ്പോൾ മൂന്നാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കട്ടോ. നമ്മുടെ പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് തിരിച്ചും മറിച്ചും ചോദിക്കില്ല, ഈ ചോദ്യകർത്താവിന് ഒരു സമാധാനം കിട്ടാത്ത ചോദ്യം എന്നൊക്കെ പറയാറില്ലേ, ആ ടൈപ്പ് ചോദ്യമാണത്. 3 ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഗവൺമെൻറ് പോളിസി പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പദ്ധതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ നേരത്തിന് എഴുതി വെക്കും. പക്ഷേ അതല്ല ശരി ഉത്തരം. ഓക്കെ, അതല്ല ശരി ഉത്തരം വരുന്നത്. അപ്പോൾ എന്താണ് ശരി ഉത്തരം എന്ന് പറയുകയാണെങ്കിൽ ഈ ചോദ്യം നോക്കാം നമുക്ക്. 3 dimensional approach of government to reduce poverty helps. ഓക്കെ, പോവർട്ടി അഥവാ ദാരിദ്ര്യം കുറക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് ത്രിതല സമീപനം എന്താണെന്ന ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എക്സ്പ്ലെയിൻ ദ 3 dimensional approach. നമ്മളോട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ത്രിതല സമീപനം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ മലയാളം കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദാരിദ്ര്യം കുറക്കാനുള്ള ത്രിമാന സമീപനം അല്ലെ എന്ത് പറയും, ത്രിതല സമീപനം എന്ന് പറയും. ത്രിതല എന്ന് പറയുന്നത് 3 തലത്തിൽ ത്രിതല സമീപനം എന്താണെന്ന് എഴുതാൻ പറഞ്ഞു. പിന്നെ അതേപോലെ പറഞ്ഞു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദം. ഓക്കെ, അതിനെ വിശദീകരിക്കാനും പറഞ്ഞിട്ട് എന്തായിരുന്നു സംഗതി, ശരിയായിരുന്നു അതായത് തെറ്റായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ 8 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എഴുതണം എന്ന് അറിയണോ എങ്കിൽ ഇതാ വീഡിയോ തുടർന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഒന്നാമത്തത്, നിങ്ങൾ നേരെ ഇത് കൊണ്ടുപോയി എഴുതരുത്. പകരം ഫസ്റ്റ് ചെയ്യേണ്ടത് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, പോവർട്ടി എന്ന് ഡിഫൈൻ ചെയ്യണം. പോവർട്ടിക്ക് ഡെഫിനേഷൻ കൊടുക്കാൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ അൺഎബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ്സ് ഇന്നബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഫുൾഫിൽ ബേസിക് നീഡ്സ്. ഓക്കെ, ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഒരാൾക്ക് വരുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, പോവർട്ടി എന്ന് പറഞ്ഞത്. അത് വേണം എഴുതാൻ. അപ്പോൾ ഡെഫിനേഷൻ എഴുതിയതിനു ശേഷം വേണം എഴുതാൻ എന്ത്, ഈ 3 ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൽ ഒന്നാമത്തെ അപ്രോച്ചാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. എന്താണ് പറയുന്നത്, ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. എന്താണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചോന്മുഖ സമീപം അല്ലെങ്കിൽ വളർച്ചയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ അസംപ്ഷൻ ദാറ്റ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ GDP ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് നമ്മുടെ GDP എന്ന് പറഞ്ഞാൽ എന്താണ്, ദേശീയ വരുമാനമാണ് അല്ലേ. GDP എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ദേശീയ വരുമാനമാണ്. അപ്പോൾ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുക, അതും വർദ്ധിപ്പിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, ഗ്രോത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേശീയ വരുമാനം വർദ്ധിച്ച് എന്തെയും പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും അല്ലേ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു PCI ഈസ് ഈക്വൽ ടു എന്താണ്, നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് നാഷണൽ ഇൻകം, ഇവിടെ നാഷണൽ ഇൻകം എന്ത് ചെയ്യുന്നു, അത് കൂടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകവും കൂടാണ് ചെയ്യാറുള്ളത്. അപ്പം നോർമലി നിങ്ങൾ നോക്കിക്കുക, ഈ പറഞ്ഞ ദേശീയ വരുമാനം അതേപോലെ തന്നെ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുന്ന എന്തിന് കാരണമാവും, പോവർട്ടി ഒഴിവാക്കാൻ അല്ലെങ്കിൽ പോവർട്ടിയിൽ നിന്നും മുക്തരാക്കാൻ നമ്മളെ സഹായിക്കും. സെക്കൻഡ് വൺ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ GDPയുടെ കാര്യം നമ്മൾ പറഞ്ഞു വെച്ചാൽ നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ആണ്, അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ച്. അവിടെയാണ് നമ്മൾ പറഞ്ഞ പഠിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളെ കുറിച്ച് എഴുതുന്നത്. അല്ലാതെ ഫസ്റ്റ് തന്നെ കൊണ്ടിട്ട് ഈ പദ്ധതികൾ മാത്രം എഴുതി വെച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടണ ഇതാ ഇതുപോലെ എഴുതി വെക്കുക. ദ സെക്കൻഡ് അപ്രോച്ച് ഈസ് ടു ദാറ്റ് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഫോർ എറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെൻറ്റിനെതിരെ ഒരുപാട് പ്രോഗ്രാംസ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് 4 ടൈപ്പ് പ്രോഗ്രാംസ് ആണ്. ഒന്നാമത്തെ പ്രോഗ്രാമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അല്ലേ, അല്ലെങ്കിൽ സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയും. എന്താണ് പറയുക, സ്വയം തൊഴിൽ പദ്ധതി. എന്താണ് സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംരംഭം നടത്തിക്കൊണ്ട് ഒരു ആൾ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന സഹായങ്ങളാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ വരുന്നത്. ഇനി ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിവില്ല, അയാൾക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ മാത്രമേ കഴിവുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എടുക്കും. അതായത് കൂലിത്തൊഴിൽ പദ്ധതി. ഓക്കെ, എന്താണ് കൂലിത്തൊഴിൽ എന്ന് പറഞ്ഞാൽ കൂലിത്തൊഴിൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് കീഴിൽ കൂലിത്തൊഴിൽ ചെയ്യുന്ന പദ്ധതിയാണ് എന്ത് കൂലിത്തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. നമ്മൾ മലയാളത്തിൽ പറയും എന്ത്, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. എന്താണ് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്നുകൂടിയാണുള്ളത്. ഏതാണത്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. എന്താണ് പറയുന്നത്, ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. ഓക്കെ, ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഈ 4 നിങ്ങൾ എഴുതിയേണ്ടത്. ആ 4 ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് 2-3 എക്സാമ്പിൾസ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒരു 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ
3 എക്സാമ്പിൾസ് വെച്ച് എഴുതുക. എന്താണ് ഈ പറയുന്ന പ്രോഗ്രാംസ് എന്ന് മാത്രം ജസ്റ്റ് എഴുതിയതിന് ശേഷം മാത്രം ഇത് എഴുതിയാൽ മതിയാവും. ഓക്കെ. ദെൻ തേർഡ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള അപ്രോച്ചാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം അല്ല അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് അപ്രോച്ച് പ്രൊവൈഡ് മിനിമം ബേസിക് അമേനിറ്റീസ് എന്ന് വെച്ചാൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങൾ എങ്ങനെ കൊടുക്കുന്നു? സബ്സിഡൈസ്ഡ് റേറ്റ് അഥവാ സബ്സിഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ 40 രൂപ വിലയുള്ള അരി എന്ത് ചെയ്യുന്നു ഈ ഗവൺമെൻറ് സബ്സിഡി നിരക്കിൽ 22-23 രൂപ കൊടുക്കുന്നു. അതേപോലെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു ഗവൺമെൻറ് മിനിമം നീഡ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ ഹെൽത്ത് ആരോഗ്യം നമ്മൾ കൊടുക്കുന്നു. വാട്ടർ സപ്ലൈ കുടിവെള്ള വിതരണം, അതുപോലെ സാനിറ്റേഷൻ ശുചീകരണ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മിനിമം നീഡ്സ് അവർക്ക് അത്യാവശ്യ വസ്തുക്കൾ എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഗവൺമെൻറ് എഴുതുക ത്രിതല സമീപനത്തിൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 3 രീതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് 3 ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഈ 3 ഉണ്ടായിരുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് എന്ത് ചെയ്യണ്ടേ അനലൈസ് ചെയ്യണ്ടേ ക്രിട്ടിക്കലായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ആളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. PCI വർദ്ധിച്ചിട്ടാണ് 1950-51 കാലഘട്ടത്തിൽ വെറും 274 രൂപ ഉണ്ടായിരുന്നു. 2010-11 കഴിഞ്ഞപ്പോൾ എത്രയായി 54,835 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് വെച്ചിട്ട് അതേപോലെ എന്ത് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. Then there were no radical changes in the ownership of assets. ഓക്കെ. നോ റാഡിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ഈ പറഞ്ഞ അസറ്റ്സ് അഥവാ നമ്മുടെ ആസ്തികളുടെ ഓണർഷിപ്പിലൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മാറ്റം വന്നില്ല. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് ബേസിക് ഫെസിലിറ്റീസ്. ഓക്കെ. അതായത് ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്തു മെച്ചപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദെൻ നമുക്ക് നോക്കാനുള്ള 3 മേജർ ഏരിയാസ് ഓഫ് കൺസേൺ വിച്ച് പ്രിവെൻറ്റ് ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്നതിനെ തടസ്സപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 തലങ്ങളെ തടസ്സപ്പെടുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നത്. ഒന്ന് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അതർ അസറ്റ്സ്. ഓക്കെ. കൃത്യമായി ഭൂമിയും മറ്റു വസ്തുക്കളും എന്ത് ചെയ്തില്ല കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ നോക്കുക കമ്പയർഡ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് പോവർട്ടി ദ വേർ ഫണ്ട്. ഓക്കെ. ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് അലോക്കേഷൻ അഥവാ കിട്ടിയിരിക്കുന്ന ഫണ്ട് എന്താണ് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. മൂന്നാമത്തെ നോൺ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതായത് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടി ഇതിൽ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം സക്സസ്ഫുള്ളായി മാറുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് കിട്ടുന്നില്ല അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് മാറാൻ പറ്റുന്നില്ല. കാരണം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ അവിടെ വരാറില്ല. അപ്പോൾ ഇതാണ് 3 ചാലഞ്ചിങ് ആയിട്ടുള്ള അഥവാ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മലയാളം കൂടി ഞാനവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നോ പ്രോബ്സ് അത് വെച്ച് നിങ്ങൾക്ക് എടുത്തു വെക്കാം. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നോക്കി വെക്കേണ്ടത്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയയാണ് അല്ലേ, വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 8 മാർക്കിൻ്റെ എസ്സേ എന്ത് ചെയ്യരുത് ഇനി നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത്. ഓക്കെ. അപ്പോൾ ആ 8 മാർക്ക് നിങ്ങൾ എന്തെങ്കിലും സ്കോർ ചെയ്തെടുക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ബൈ.